ഹലോ, അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ എടപ്പള്ളി വന്നിട്ട് പൈ ദോശയെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ദോശകളുണ്ട് ഇവിടെ. നമ്മൾ ഇഷ്ടമുള്ള ഞാൻ ഓർഡർ ചെയ്ത് കുട്ടി ദോശയാണ്. കുട്ടി ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളതൊന്ന് ഫസ്റ്റ് കസ്റ്റമർ, വേറെ ആരും വന്നിട്ടൊന്നുമില്ല. നല്ല ഡിലേ ഉണ്ട്. കടമ്പുടിയിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് റെഡി ആയിട്ട് വന്നേക്കുവാണ്. ഇപ്പോൾ എടപ്പള്ളി പൈദോശയിലാണ് നമ്മൾ വന്നത്. ഏകദേശം 7:30 കഴിഞ്ഞിട്ടുണ്ട്. 8 മണിയാവും പോകുന്നത്. അപ്പോൾ നമ്മൾ പൈദോശയിലാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് കടമ്പുടിയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ കടമ്പുടി ഇവിടെ അടുത്താണ്, കുറച്ച് കിലോമീറ്റർ ഉണ്ട്. ഉള്ളിലേക്കുള്ള ഏരിയയാണ് കടമ്പുടി. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം പോയി കഴിക്കണം. അങ്ങനെ നമ്മുടെ കുട്ടി ദോശ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് കുട്ടി ദോശ കഴിക്കുന്നത്. അപ്പൊ എനിക്ക് 4 വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 3 മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മളപ്പോ പാലിയാൻതുരുത്ത് വഴിയാണ് നമ്മളിപ്പോ പോകുന്നത്. പാലിയംതുരുത്ത് പിഴല വഴിയാണ് പോകുന്നത്. നമുക്ക് ആക്ച്വലി വരാപ്പുഴ വഴി നേരെ പോകാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് ഫെറിയൊക്കെ കയറി, ജങ്കാർ പോലെ ഫെറിയൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പാലിയംതുരുത്ത് പിഴല വഴി പോകുന്നത്. അപ്പം പിഴല വഴി പോകുമ്പോഴത്തേനും അവിടെ ഫെറി ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഫെറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 3 ഐലൻഡുകൾ യോജിപ്പിക്കുന്ന 3 ഐലൻഡിലേക്കുള്ള സർവീസാണ് മെയിനായിട്ടും ഇത് ചെയ്യുന്നത്. 3 ഐലൻഡിലേക്കുള്ള. അപ്പൊ പെട്ടെന്ന് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ ഉള്ളേരിയാണ് നമ്മുടെ ഈ കടമ്പക്കുടി എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് സിറ്റിയിലോട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 3/4 മണിക്കൂർ എടുക്കും. അപ്പൊ നമുക്ക് ഈ ഫെറി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എത്താൻ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് സിറ്റിയിലേക്ക് എത്താനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവർ ഈ സർവീസ് നടത്തുന്നത്. വർഷാവർഷം ടെൻഡർ അനുസരിച്ച് മാറി മാറി അങ്ങനെ ഓരോരുത്തർ ലേലം പിടിച്ചെടുക്കുന്നതാണ് ഈ സർവീസ്. ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട്. അതിൽ പെർ പേഴ്സൺ 5 രൂപയുള്ളൂ പോകാനായിട്ട്. വണ്ടി കൊണ്ടുവന്നുണ്ടെങ്കിൽ 10 രൂപ. അത്രേ ഉള്ളൂ ഇവരുടെ പേയ്മെന്റ് വരുന്നുണ്ട്. നമ്മളെ പെട്ടെന്ന് കടമ്പുടിയിലേക്ക് കൊണ്ട് എത്തിക്കും. പ്രായമുള്ള 2 അച്ഛന്മാരാണ് ഈ വണ്ടി നടത്തുന്നത്. അപ്പം അവരുടെ കൂടെയാണ് ഈ സർവീസിനൊക്കെ നടത്തുന്നത്. 3 ഐലൻഡുകളിലേക്കുള്ള സർവീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഏകദേശം 14 ഐലൻഡുകളുണ്ട്. കടമ്പുടി എന്ന് പറയുന്നത് 14 ഐലൻഡുകൾ ചേർന്നതാണ്. അപ്പൊ ഇവർ സർവീസ് നടത്തുന്നത് 3 ഐലൻഡിലേക്കുള്ളതാണ്. അപ്പൊ ഈ ജങ്കാർ പോലെ നല്ല രസമാണ് ചെറിയ ഇങ്ങനെ പോകാനായിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മൾ കടമ്പക്കുടിയിലോട്ട് എത്തി. തിരിച്ച് വണ്ടി എടുത്ത് നമ്മൾ കടമ്പക്കുടിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ വേനൽക്കാലം മെയ് മാസം ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒരുപാട് വറ്റി കിടക്കുകയാണ്. അപ്പൊ ഈ ഐലൻഡിൽ നമുക്ക് കാണാൻ പറ്റും, വെള്ളമൊക്കെ വറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഈ കടമ്പക്കുടിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 2 സൈഡുകളിലും ഫുൾ വെള്ളമാണ്. അതിൻ്റെ ഇടയിലുള്ള കുഞ്ഞു റോഡുകളാണ് കടമ്പക്കുടിയുടെ ഭംഗി. നമ്മൾ അങ്ങനെ ചോദിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഇല്ലേ റൈഡേഴ്സിനും അതുപോലെ ബൈക്കേഴ്സിനും ഒക്കെ നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. കാരണം ഭയങ്കര വൃത്തിയുള്ള നീറ്റ് റോഡാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഒറ്റ ഇതിൽ തന്നെ കുറേ നേരം ദൂരങ്ങൾ ഓടിച്ചു പോകാൻ പറ്റും. നല്ല സുഖമാണ്. 2 സൈഡിലും കാറ്റും ഒക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് ദൂരം ബൈക്ക് ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ കടമ്പക്കുടി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കടമ്പക്കുടി ഐലൻഡ് എന്ന് പറയുന്നത്. 14 ദ്വീപുകൾ ചേർന്നാണ് നമ്മുടെ കടമ്പക്കുടി ഐലൻഡ്. എറണാകുളത്ത് നിന്ന് തൊട്ടടുത്തായിട്ടാണ്. എറണാകുളത്ത് ഇത് ആക്ച്വലി ഒരു കുട്ടനാട് പോലെയാണ് ഇരിക്കുന്നത്. എറണാകുളത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് ഒരു കുട്ടനാട് അകലപ്പുഴ സ്റ്റൈലാണ് ആക്ച്വലി ഇവിടെയൊക്കെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ വരാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെ വരണം, ഒരു 6 to 8 മണിക്കുള്ളിൽ. അപ്പം തിരക്ക് വളരെ കുറച്ച് കുറവായിരിക്കും. എങ്കിലും നമുക്ക് ആ ഒരു വെളുപ്പിനത്തെ കുറച്ച് മഞ്ഞും കുറച്ച് തണുപ്പ് അതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഫുൾ മരങ്ങളായതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. എങ്കിലും ഒരു 9 to 3-4 മണി വരെയൊക്കെ കുറച്ച് വെയിലും കാര്യങ്ങളും റഷൊക്കെ ആയിരിക്കും. വൈകുന്നേരം ആയി കഴിയുമ്പോൾ വീണ്ടും ശാന്തമാവും. പക്ഷെ കുറച്ച് വിസിറ്റേഴ്സ് കുറച്ച് കൂടുതൽ കാണും വൈകുന്നേരം ആകുമ്പോഴത്തേനും. അപ്പൊ ഒരുപാട് ആൾക്കാർ കാണും. പിന്നെ ഈ വൈകുന്നേര സമയങ്ങളാണ് ഇവിടെ വഴിയോര കടകളൊക്കെ ഉണ്ട്. അതൊക്കെ തുറക്കുന്നത് വൈകുന്നേര സമയത്താണ്. അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് സമയമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ വൈകുന്നേരം വന്ന് സമാധാനപരമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കടമ്പക്കുടി എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ അങ്ങനെ കടമ്പക്കുഴിയുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ആക്ച്വലി ഞാൻ വന്നേക്കുന്നത് മെയ് മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ആക്ച്വലി വറ്റിയിട്ട് നമ്മളുടെ ഈ ചതുമ്പൊക്കെ ഇല്ല, അതൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. നോക്കി, ഇത് ആക്ച്വലി നല്ല വെള്ളമുള്ള സ്ഥലമാണ്. പക്ഷെ ഈ ചതുമ്പ് വെള്ളം, ഈ ചൂട് കാരണം ഈ വെള്ളം വറ്റിയിട്ട് ഈ ചതുമ്പ് പൊങ്ങി കിടക്കുകയാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നേരം വെള്ളമുണ്ട്. ഈ പയ്യന്മാര് പിള്ളേരൊക്കെ ഇവിടുന്ന് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിനകത്ത് ഇറങ്ങിയിട്ട് നിന്നിട്ട്. അപ്പൊ പിന്നെ അങ്ങോട്ട് നല്ല ദൂരത്തിൽ കിടക്കുകയാണ് ഐലൻഡ്. ഏകദേശം 14 ദ്വീപുകളുണ്ട് കടമക്കുടിയിൽ. 14 ദ്വീപുകളുള്ള സ്ഥലമാണ് കടമക്കുടി എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കുറെ സ്ഥലങ്ങളായിട്ടുണ്ട്. ഈ 2 സൈഡിലും ഈ പറഞ്ഞ പോലെ വെള്ളം കായൽ പോലത്തെ സംഭവമാണ്. 2 സൈഡിലും വെള്ളക്കെട്ടുമായിട്ട് നടുക്ക് റോഡ് പോലെയാണ് കാണാനായിട്ട്. ഭയങ്കര, നമുക്ക് ഹെലിക്കാമൊന്നും ഇല്ലെങ്കിൽ അതിനടുത്ത് കാണിക്കായിരുന്നു. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്, നല്ല രസമുണ്ട്. അപ്പൊ ഈ ചതുപ്പൊക്കെ വന്ന് കിടക്കുവാണ്, അതാണ് ഒരു പ്രശ്നം വേനലായതുകൊണ്ട്. നമുക്കിവിടെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഫുഡൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഫുഡും ജ്യൂസ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. നല്ല ചായ കടിയൊക്കെ വൈകുന്നേരം വന്നാൽ കിട്ടും. പിന്നെ ഏറ്റവും നല്ലത് ശനി ഞായർ വന്നാൽ കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും. എല്ലാ കടകളും ഓപ്പൺ ആയിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ കടകളും ഓപ്പൺ ആയിരിക്കത്തില്ല, കുറച്ച് കടകളൊക്കെ ഓപ്പൺ ആയിരിക്കും. അങ്ങനെ അവധി ദിവസം ആയതുകൊണ്ട് രാവിലെ തന്നെ പിള്ളേരൊക്കെ വന്നിരിപ്പുണ്ട്, സംസാരിച്ചും ഗെയിമൊക്കെ കളിച്ചുമായിട്ട്. നമുക്കപ്പം പിള്ളേരൊക്കെ രാവിലെ വെയിലാണെങ്കിലും എല്ലാവരും വരുന്നുണ്ട് കാണാനും ഒക്കെ ആയിട്ട്. നമുക്കപ്പോൾ ഇവിടെ വരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മോർണിംഗ് എന്ന് നമുക്ക് സൺറൈസ് കാണാൻ പറ്റും, അത് രാവിലെ വന്നാൽ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും വന്നാൽ സൺസെറ്റും കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും നമുക്കൊരു സമാധാനപരമായിട്ടിരിക്കാനുള്ള സ്ഥലമാണ് ആക്ച്വലി ഈ കടമക്കുടി എന്ന് പറയുന്നത്. ശനി ഞായറൊക്കെ കുറച്ച് റഷ് കാണും കേട്ടോ. പിന്നെ ചില വൈകുന്നേരങ്ങളിൽ നമുക്ക് റഷ് കാണാറുണ്ട്. നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാനുണ്ട് രാവിലെ വരണം. പിന്നെ ഉച്ചസമയത്തൊക്കെ കുറച്ച് വെയിലുണ്ടായിരിക്കും. വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ വരുന്നത് ആക്ച്വലി. പിന്നെ ഇവിടെ മറ്റേ ബോട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ട്രക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജ്യൂസും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന, അത്യാവശ്യം ഫുഡൊക്കെ കിട്ടുന്ന ഒരു 5-6 കടകൾ നമ്മുടെ റോഡരികിൽ തന്നെ ഉണ്ട്. നമ്മളങ്ങനെ ഒരു സർബത്തൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ സർബത്ത് കടയില് അവര് ഫാമിലി ആയിട്ട് നടത്തുന്നതാണ് ആ കട. അപ്പൊ അവിടെ കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പൊ ചേച്ചി കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കുവാണ്. അപ്പോഴത്തേനും ഞാൻ വന്നപ്പോഴത്തേനും കുഞ്ഞ് ഉണർന്നു. അപ്പൊ ഇങ്ങനെ കുസൃതിയൊക്കെ കാണിച്ച് ഉറങ്ങാതെ കിടക്കുമായിരുന്നു. പിന്നെ അവര് പാലൊക്കെ കൊടുത്ത് വീണ്ടും പയ്യെ കുഞ്ഞിനെ ഉറക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെന്നപ്പോ ഉണർന്നു കുഞ്ഞ്. പിന്നെ വീണ്ടും അവര് പയ്യെ കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് അവര്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരും. അപ്പൊ അവർക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിനെ പയ്യെ അവർ അവിടെ തന്നെയാണ് തൊട്ടിൽ കെട്ടി ഉറക്കുന്ന കുഞ്ഞിനെ. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ആകാശമാണ് എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. പക്ഷെ അത് ആകാശമല്ല. ആകാശത്തിന്റെ പ്രതിബിംബം നമ്മൾ വെള്ളത്തിൽ കാണുന്നതാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കൈ ആണ്. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിൽ അതേ പിടി കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ സർബത്തൊക്കെ വന്നിട്ടുണ്ട്. സർബത്തൊക്കെ കുടിച്ച് നമ്മൾ ചില്ല് ചെയ്ത് പോവാണ്. ഈവനിങ് നടക്കാനൊക്കെ ആയിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് ചിൽ ഔട്ട് ചെയ്യാനും ഫാമിലി ആയിട്ട് വരാനൊക്കെ പറ്റിയ സ്ഥലമാണ് ആക്ച്വലി കടമക്കുടി എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേനും കുറച്ച് ചേട്ടന്മാരെ കണ്ടു. അവര് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളതായിരുന്നു. അപ്പൊ അവരോട് വെച്ചപ്പോൾ അവർ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന മീനൊക്കെ നമ്മളെ കാണിച്ച്, കരിമീനൊക്കെയാണ് അവർ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കരിമീനൊക്കെ കാണിച്ച് അവരിപ്പോ ഡെയിലി വരുന്നതാണ്. അവർ മത്സ്യത്തൊഴിലാളികളാന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൂടെയാണ് അവർ ജീവിക്കുന്നത്. മീനൊക്കെ പിടിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ഇവിടെ അടുത്ത് കാണാനുള്ള സ്ഥലങ്ങളും പിന്നെ ഇവിടെ അടുത്ത് ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, പോണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും. അവർ മീൻ പിടിക്കുന്നതൊക്കെ നമ്മൾ നല്ല രസത്തോടെ കണ്ടു കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ കടമക്കുടി ഷാപ്പിലോട്ട് പോവാണ്. അപ്പൊ കടയിൽ ലൊക്കേഷൻ ചോദിച്ചപ്പോഴത്തേനും ഒരു ചേട്ടൻ പോകുന്നുണ്ട്. ആ ചേട്ടന്റെ പുറകെ വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ ആ ചേട്ടനെ ചേസ് ചെയ്ത് ഷാപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോഴത്തേനും നമ്മളങ്ങനെ ഷാപ്പ് എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ കടമക്കുടി ഷാപ്പിൽ എത്തിയിരിക്കുവാണ്. ഇതുവഴി നടന്നു പോകുന്നതാണ് ഷാപ്പ്. കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ വണ്ടിയും കയറത്തില്ല, കാറ് സ്കൂട്ടി ഒന്നും കയറത്തില്ല. നമുക്ക് നടന്നു തന്നെ പോകണം. 2 സൈഡിലും വെള്ളമാണ്. നടുക്കൂടെ പോയി കായലിന്റെ നടുക്കാണ് ഷാപ്പ് ഇരിക്കുന്നത്. കടമക്കുടി ഐലൻഡിന്റെ നടുക്കാണ് ഷാപ്പുള്ളത്. അപ്പോൾ ഇതുവഴി വേണം നടന്നു പോകാനായിട്ട്. വണ്ടിയൊക്കെ നമ്മൾ പുറത്ത് പാർക്ക് ചെയ്തേക്കുവാണ്. വണ്ടി ഒന്നും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ വേലിക്കെട്ടൊക്കെ ഉണ്ട്. സ്കൂട്ടിയും കയറത്തില്ല, കാറും കയറത്തില്ല. അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം നമ്മൾ.
രണ്ട് സൈഡിലും കായലൊക്കെയാണ്. പിന്നെ ഇതുവഴിയാണ് നമ്മള് ഷാപ്പിലോട്ട് പോകുന്നത്. അപ്പൊ രണ്ട് സൈഡിലും കായലാണ്. അവിടെ റൈറ്റ് സൈഡിൽ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ദൂരത്താണ്, അങ്ങ് ദൂരെ ചേട്ടന്മാര് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും കായൽ, നല്ല രസമുണ്ട്. ഈ രണ്ട് സൈഡില് ഒരു സൈഡ് കംപ്ലീറ്റ്, ഒരു സൈഡല്ല ഏകദേശം രണ്ട് സൈഡിലും കണ്ടൽ ചെടികളാണ് മൊത്തം ഉള്ളത്. കണ്ടില്ലേ, കണ്ടൽ ചെടികൾ ഇങ്ങനെ വരും, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മള് ഷാപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു 100 മീറ്റർ മാറിയിട്ടാണ് ഷാപ്പുള്ളത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഒരുമിച്ച് വന്നിരുന്ന് കള്ളു കുടിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ട് പോരെ. ഇപ്പൊ നമ്മളുള്ളത് കടമക്കുടി ഷാപ്പിലാണ്. ഷാപ്പില് ഒരുപാട് ഫിഷ് ഐറ്റംസ് ആണ് മെയിനായിട്ട് വരുന്നത്. താറാവും മുയലും ചിക്കനും ബീഫും കുറേ മത്സ്യം എല്ലാം കുറേ സാധനങ്ങളുണ്ട്. നല്ല നാടൻ കള്ളും കിട്ടും. ഇവർ പുറത്തുനിന്ന് എടുക്കുന്നതല്ല, ഇവിടെ തന്നെ എടുക്കുന്നതാണ്, ചെത്തുന്ന കള്ളാണ്. അപ്പോൾ അവർ വഞ്ചിയിലാണ് കള്ളൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് സ്ഥലങ്ങൾ വരുന്നത്. ഈ ഷാപ്പ് മാത്രമേ ഉള്ളൂ, ചുറ്റും കായലിന്റെ നടുക്കിരിക്കുന്ന ഷാപ്പ് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് എത്ര വർഷമായി ചേട്ടാ തുടങ്ങിയിട്ട്? പേരെന്നാ ഷാപ്പിന്റെ? കടമക്കുടി ഷാപ്പ്. ഈ ഷാപ്പ് മാത്രല്ലേ ഉള്ളൂ ഇതിന് നടുക്കിരിക്കുന്ന? ഇവിടെ എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള? എത്ര മണിക്കാ ചേട്ടാ രാവിലെ തുറക്കുക? വൈകിട്ട് എത്ര മണി വരെയാ ഉള്ളേ? കള്ളൊക്കെ കളിപ്പ് വരും. ഇവിടെ തന്നെ ചെത്തുന്ന ലോറി ഒന്നുമില്ല. അവ നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്തെടുക്കും അല്ലേ? നമ്മളിപ്പം രാവിലെ ഫുഡ് കഴിച്ചിട്ട് അധികം നേരമായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വിശപ്പൊന്നുമില്ല. എങ്കിലും നമ്മൾ ചുമ്മാ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയൊക്കെയാണ് വന്നത്. നമ്മൾ കള്ളൊന്നും കുടിച്ചില്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് കണ്ടിട്ടിങ്ങ് ഇറങ്ങിയേ ഉള്ളൂ. കടമക്കുടിയിലെ വേറൊരു മെയിൻ അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ഓപ്പൺ ജിം എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും 10ഓളം സാധനങ്ങളുണ്ട്, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 10ഓളം എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം റോഡ് സൈഡിൽ തന്നെയാണ്, ഒരു പേയ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. വെളുപ്പിന് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, വൈകുന്നേരം ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഓരോ മെഷീൻ്റെ അടുത്തും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇതുണ്ട്. ഇപ്പം ഇത് ലെഗ് പ്രസിന്റെ ആണ്. അങ്ങനെ ഓരോന്നിനും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവരിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കി തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. കുറെ 10ഓളം എക്യുപ്മെന്റ്സ് ഉണ്ട് കേട്ടോ. ഓപ്പൺ ജിമ്മാണ് ഇവിടുത്തെ കടമക്കുടിയിൽ, ഭയങ്കര അട്രാക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരം ഒക്കെ ജിമ്മിൽ പോയി പൈസ കൊടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഓപ്പൺ ജിമ്മാണ്, ആർക്ക് വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞി കടമക്കുടിയുടെ വിശേഷങ്ങള്. 14 ഐലൻഡോട് കൂടിയ ഒരു ചെറിയൊരു സ്ഥലമാണ് കടമക്കുടി എന്നുള്ളത്. ഭയങ്കര രസമാണ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.